ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1199 കർക്കിടക മാസം 18-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 11-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:41 നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാവിലെ 10:25 അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവാതിര നക്ഷത്രം വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രമായിട്ടാണ് വന്നു ചേരുക. കാരണം വ്യാഴാഴ്ച 10:25 രാവിലെ 10:25 ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രമായിട്ടാണ് തിരുവാതിര നക്ഷത്രം വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവാതിര നക്ഷത്രത്തിൻ്റെ അനുകൂലവും പ്രതികൂലവും ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഈ അധ്യായത്തിൽ അനുകൂലവും പ്രതികൂലവും പറയുന്നത് പുണർന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. കാരണം വെള്ളിയാഴ്ച ദിവസം രാവിലെ 11 മണി മുതൽ പൂർണ്ണസമയം കൂടുതൽ സമയവും വന്നു ചേരുന്ന നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം. അപ്പോൾ പുണർന്ന നക്ഷത്രപ്രകാരമാണ് അനുകൂലവും പ്രതികൂലവും പറയുന്നത്. പുണർന്ന നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് പുണർന്ന നക്ഷത്രം അവസാനിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണിക്ക് ആരംഭിച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പുണർന്ന നക്ഷത്രം അവസാനിക്കും. പുണർന്ന നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. പുണർന്ന നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ രോഹിണി, ഭരണി, ചോതി, വിശാഖം, ഉത്രട്ടാതി, പൂരുട്ടാതി, തിരുവാതിര ഇത്രയും നാളുകാർക്കാണ് നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതെന്ന് ജ്യോതിഷം പറയുന്നു. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം, തൃക്കേട്ട, മകയിരം, കാർത്തിക, അശ്വതി എന്നീ നാളുകാർക്കാണെന്നും ജ്യോതിഷം പറയുന്നു. ഈ സമയത്ത്, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അനിഴം, തൃക്കേട്ട, മകയിരം, കാർത്തിക, അശ്വതി ഇത്രയും നാളുകാർക്കാണെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകാർ വളരെ ശ്രദ്ധയോടുകൂടി വേണം അന്നത്തെ ദിവസം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം പറയുന്നു. ഇനി നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:17 മുതൽ 7:47 വരെ ശുഭസമയമാണ്. പിന്നീട് 9:17 മുതൽ 10:47 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:36 മുതൽ 12:24 വരെ ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 3:17 മുതൽ 5:17 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 2 ഏതൊരു മാസത്തെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉള്ളവർ പച്ച, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണ് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യം ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ ഫലങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നിത്യവും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്. അത് നോക്കി വാട്സപ്പ് ചെയ്യുകയോ ഫോണിൽ വിളിച്ചു പറയുകയോ ചെയ്യുക. ജ്യോതിഷപരമായ സേവനങ്ങൾ എന്നിൽ നിന്ന് ലഭ്യമാണ്. ജാതകം എഴുതി കൊടുക്കും, ഗ്രഹനില തയ്യാറാക്കി കൊടുക്കും. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ എങ്ങനെ വന്നു, എപ്പോൾ മാറും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞിരുന്നതാണ്. താല്പര്യമുള്ളവർ, ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ
സ്ക്രീനിൽ നമ്പറുണ്ട്, അത് മുഖേന ബന്ധപ്പെടുക. അതുപോലെ തന്നെ ശുഭമുഹൂർത്തം കുറിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ശുഭമുഹൂർത്തങ്ങൾ നിങ്ങളുടെ വ്യാപാര വ്യവസായ അല്ലെങ്കിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ശുഭമുഹൂർത്തത്തിൽ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടി ശുഭസമയം ഞാൻ ശുഭമുഹൂർത്ത സമയം എഴുതിത്തരാം. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ വിവരം അറിയിക്കുക. അപ്പോൾ ഇനി നക്ഷത്രഫലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നക്ഷത്രഫലം പറയുന്നത് നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ശുക്രനാണ്. നാളെ ചന്ദ്രൻ ബലഹീനനായിട്ട് അമാവാസിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രന് കാര്യമായ റോളൊന്നുമില്ല. ക്ഷീണചന്ദ്രനായ ചന്ദ്രനെ വെച്ച് നമ്മൾ എന്ത് ഫലം പറയുവാനാണ്? അപ്പോൾ നമുക്ക് ശുക്രനെ വെച്ച് പറയാം. ശുക്രൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 7 ദിവസത്തേക്ക് ചിങ്ങൻ രാശിയിലേക്ക് സ്ഥാനം മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ 7 ദിവസത്തേക്ക് ചിങ്ങൻ രാശിയിലേക്ക് വന്ന ശുക്രൻ ഓഗസ്റ്റ് മാസം 7-ാം തീയതി വീണ്ടും വക്രഗതിയിൽ കർക്കിടകൻ രാശിയിലേക്ക് പോകും. അപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഒരുപാട് പേർ രാജയോഗങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കിട്ടും. അങ്ങനെയുള്ള രാജയോഗങ്ങളൊക്കെ കുറച്ച് പേർക്ക് കിട്ടുമെന്ന് തന്നെ വിചാരിക്കുക. എല്ലാവർക്കും അത് വന്നു ചേരണമെന്നില്ല. പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ നിന്നാൽ ജ്യോതിഷം പറയുന്ന ധനപരമായ നേട്ടം ഉണ്ടാകും. മറ്റുള്ളവരാലൊക്കെ ബഹുമാനിക്കപ്പെടുകയൊക്കെ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചു. ലഗ്നത്തിൽ അവിടെ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ ചിങ്ങൻ രാശിയിൽ ശുക്രനാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ, ആ ജാതകൻ്റെ ജീവിതത്തിൽ ധനം വന്നു ചേരും. മറ്റുള്ളവർ ആ ജാതകനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് ജീവിതാനുഭവം കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ ശുക്രൻ ചിലർക്ക് 11-ാം ഭാവത്തിലേക്ക് വരുന്നു, ചിലർക്ക് 12-ാം ഭാവത്തിലേക്ക് വരുന്നു, ചിലർക്ക് 10-ാം ഭാവത്തിൽ വരുന്നു, 9-ാം ഭാവത്തിൽ വരുന്നു, അഷ്ടമത്തിൽ വരുന്നു, 7-ൽ വരുന്നു, 6-ൽ വരുന്നു, 5-ൽ വരുന്നു, 4-ൽ വരുന്നു, 3-ൽ വരുന്നു, 2-ൽ വരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഓരോ ഭാവങ്ങളിലാണ് ശുക്രൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഈ ജാതകർക്കുള്ള നേട്ടങ്ങൾ എന്തായിരിക്കും? നാളത്തെ ദിവസമാണ് ശുക്രന് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ദിവസം. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. അന്ന് ശുക്രന് കാര്യമായ റോളില്ല. അപ്പോൾ നാളെയാണ് ശുക്രൻ എന്തെങ്കിലും ഫലങ്ങൾ ആൾക്കാർക്ക് ജാതകർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നാളെ തന്നെ കൊടുക്കും. അടുത്ത വെള്ളിയാഴ്ച ശുക്രൻ രാശി മാറും. അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ 7-ാം തീയതി തന്നെ കർക്കിടകം രാശിയിലേക്ക് മാറിപ്പോകും. ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് ശത്രുതയില്ലാതാണ് നിൽക്കുന്നത്, എങ്കിലും ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ്, ശത്രു ക്ഷേത്ര സ്ഥിതിയിലാണ് ശുക്രൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഒരു ഗ്രഹം ശുഭഫലത്തെ കൊടുക്കുന്നത് അത് നിൽക്കുന്ന രാശി ആ ഗ്രഹത്തിൻ്റെ ശത്രു ക്ഷേത്രമാകരുത്. രണ്ടാമത്തെ കാര്യം, ആ ഗ്രഹത്തെ പാപഗ്രഹങ്ങൾ വീക്ഷിക്കരുത്. പ്രത്യേകിച്ച് അഷ്ടമത്തിലോ അല്ലെങ്കിലോ 12-ലോ ഒക്കെ നിൽക്കുന്ന ഗ്രഹം ഏതെങ്കിലും ഒരു ജാതകൻ്റെ അക്കൂറിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 12-ൽ നിന്നാണ് വീക്ഷിക്കുന്നതെങ്കിൽ ആ ജാതകന് അതുകൊണ്ട് നേട്ടമുണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലുള്ള സ്ഥിതി വെച്ചുള്ള നക്ഷത്രഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. അപ്രകാരം ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് മേടക്കൂറുകാരുടെ കാര്യമാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം 5-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ അവർക്ക് നല്ല അനുഭവങ്ങളാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് അവർക്ക് അവരുടെ 6-ാം ഭാവാധിപനും അല്ലെങ്കിൽ 3-ാം ഭാവാധിപനുമൊക്കെ ആയിട്ട് ചേർന്നാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ശുക്രൻ അവർക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, എന്തായാലും ശുക്രൻ ഒരു ശുഭഗ്രഹമാണല്ലോ. അപ്രകാരം ത്രികോണ ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം നല്ല ബുദ്ധി, അതുപോലെ തന്നെ പെൺകുട്ടികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ, ധനപരമായ നേട്ടം, കീർത്തിയും നേതൃപാഠവും ഒക്കെ വന്നു ചേരാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖവും ഒക്കെ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അത്ര കാര്യമായ ദിവസമല്ല. മാതാവ് പല വിധത്തിൽ ടെൻഷൻ അടിക്കുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷെ മാതാവ് രോഗിയായി മാറുവാൻ പോലും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മാതാവ് കടന്നു പോകുന്നത്.
അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല. പിതാവും പല കാര്യങ്ങളിൽ ബുദ്ധിമുട്ടും പ്രയാസവും പ്രതിസന്ധിയൊക്കെ അനുഭവിച്ച് നിൽക്കുന്നു. പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പിതാവ് ടെൻഷനായിട്ട് നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയൊക്കെയാണ് ഇവർ കടന്നു പോവുക. അപ്പോൾ ഇവരുടെ 2ാം ഭാവത്തിൻ്റെ അധിപൻ, കുടുംബഭാവത്തിൻ്റെ അധിപൻ, ധനഭാവത്തിൻ്റെ അധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ധനനേട്ടവും കുടുംബസുഖവും ഒക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ 7ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖവും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ നേട്ടവും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്നാൽ ഇവർക്ക് നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ഇവരുടെ 12ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് 12ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ധനത്തിൻ്റെ അമിതമായ ചെലവും നാളത്തെ ദിവസം വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ്. ഒരുപക്ഷെ രോഗത്താൽ ഭാരപ്പെട്ട് ആയിരിക്കുന്നവർക്ക് നാളത്തെ ദിവസം രോഗസൗഖ്യം ലഭിക്കാം. പക്ഷെങ്കിൽ ആ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ധനനഷ്ടം അവരെ തേടി വരുന്നൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവമാണ്. പൂർണ്ണമായും മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയാൻ കഴിയുകയില്ല. മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേർന്നാലും അതിനോടനുബന്ധിച്ച് തന്നെ നഷ്ടസാധ്യതകളും നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും ഇടവക്കറാണ്. ഇടവക്കരിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അങ്ങനെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ ഈ ജാതകർക്ക് വന്നു ചേരുവാനുള്ള സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ വീട്, വാഹനം, സ്വത്ത്, ഉയർന്ന ഉദ്യോഗം എന്നിവയ്ക്കൊക്കെ നാളത്തെ ദിവസം, അതായത് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം എന്നിവയ്ക്കൊക്കെ നാളത്തെ ദിവസം സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ ജ്യോതിഷം അവിടെ ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. ഈ ശുക്രൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നത്, അത് 4ാം ഭാവം ശുക്രൻ്റെ സ്വക്ഷേത്രമായാൽ മാത്രമേ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ, മാതാവിൻ്റെ സ്വത്തുകളൊക്കെ അനുഭവത്തിൽ വരികയുള്ളൂ. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ, സ്ഥാനക്കയറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെ 4ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രമാകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശുക്രൻ്റെ സ്വക്ഷേത്രം അല്ലെങ്കിൽ പോലും ശുക്രൻ അവരുടെ 5ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ കാര്യവിജയത്തിൻ്റെ അധിപനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനുള്ള താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ സഹായത്താൽ ധനനേട്ടം പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ അവർക്ക് നല്ല ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അപ്പോൾ നല്ല അനുഭവങ്ങൾ വരുമ്പോൾ ഏവർക്കും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. അവർക്ക് അവരവരെക്കുറിച്ച് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം അവരവരെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്ന ദിവസമാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഈ ശുക്രൻ 4ാം ഭാവാധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ 4ാം ഭാവാധിപനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ ചില കാര്യങ്ങളിൽ നേട്ടത്തെ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇവർക്ക് നഷ്ടത്തെയും കൊടുക്കും. അപ്പോൾ നഷ്ടസാധ്യതകളും മുന്നിലുണ്ട് എന്നുള്ള കാര്യം കൂടി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ അറിഞ്ഞുകൊള്ളുക. അവർക്ക് നാളത്തെ ദിവസം തൊഴിൽ ഗുണം അനുകൂലമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എങ്കിൽ പോലും മാതാവിന് ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ്. ഇവർക്ക് പിതാവ് മുഖേനയുള്ള ധനനേട്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷെങ്കിൽ പിതാവിൻ്റെ ശത്രുതയൊക്കെ കുടുംബത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവ് കൊണ്ടുവന്ന ധനത്തെ ചൊല്ലി കുടുംബത്തിൽ കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ പരധനം കയ്യിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല ബുദ്ധിശക്തിയുള്ള ദിവസമായിരിക്കും. നല്ല ആരോഗ്യസ്ഥിതി, സൗന്ദര്യം, വർധനവ്, അപ്പോൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ നാളെ ഈ നാളുകാർക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗാനരചയിതാവ്, കലാകാരന്മാർ, ഗായകർ എന്നിവരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം
ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. കാരണം ഇവരുടെ കൂറിൻ്റെ അധിപൻ, കർക്കിടക കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ ക്ഷീണചന്ദ്രനായിട്ട് നിൽക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അലസത, കാര്യപ്രാപ്തിക്കുറവ്, തളർച്ച, ദേഹത്ത് ചതവ്, മുറിവ് ചതവുകൾ, ക്ഷീണം, പ്രയാസം, പ്രതികൂലമായ സാഹചര്യങ്ങൾ, ടെൻഷൻ, അങ്ങനെയുള്ള ലോ BP, അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നു പോകുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞു ലഗ്നത്തിൽ അല്ലെങ്കിൽ ജന്മഭാവത്തിൽ, ഈ കുറുകാരുടെ ജന്മഭാവത്തിൽ മകം, പൂരം, ഉത്രം, കാൽ നാളുകാരുടെ ജന്മഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അങ്ങനെ ശുക്രൻ നിന്നാൽ കലാപരമായുള്ള ഉയർച്ച അവരുടെ ജീവിതത്തിലുണ്ടാകും. സാഹിത്യകാരന്മാരൊക്കെ ശോഭിക്കും, പലരും പ്രേമത്തിലൊക്കെ അകപ്പെടും. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ടാകും, മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർക്ക് ബഹുമാനം ഉണ്ടാകും, കീർത്തിയും സമ്പത്തും ഒക്കെ പ്രതാപവും ഒക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽപരമായുള്ള ഒരു നേട്ടമാണ് ഇവർക്ക് നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഇവിടെ ശുക്രൻ നിൽക്കുന്ന 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ ദോഷം ചെയ്യാതെ നിൽക്കുന്ന ഒരു ഏക ഗ്രഹം ശുക്രനാണ്. പക്ഷേ എങ്കിൽ പോലും ശുക്രൻ ദോഷം ചെയ്തില്ലെങ്കിൽ പോലും ബന്ധുക്കളാൽ ഉള്ള ദോഷങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേന ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനം, സുഖം, കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ചകൾ നാളത്തെ ദിവസം വന്നു ചേരും. അത്ര സന്തോഷത്തോടു കൂടി ആയിരിക്കുകയില്ല കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ നാളത്തെ ദിവസത്തെ നേരിടുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പല വിധത്തിലുള്ള ഉയർച്ച താഴ്ചകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ബന്ധുക്കൾ മുഖേന ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുണ്ട്, ബന്ധുക്കൾ മുഖേന ധനനഷ്ടം നേരിടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന ധനനഷ്ടം വരുവാൻ സാധ്യതയുണ്ട്. കുടുംബ സുഖവും ധനപരമായ നേട്ടമൊക്കെ വളരെ പിറകോട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക എന്നുള്ളതാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 11ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 11ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. അവർക്ക് പ്രശസ്തിയും ബഹുമതിയും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. സൽഗുണ സമ്പന്നനെ പോലെ പെരുമാറുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ മിമിക്രി കലാകാരന്മാരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും അവർ കടന്നു പോകുക. എങ്കിലും അവർക്ക് നാളത്തെ ദിവസം നഷ്ടസാധ്യതകളും അതോടൊപ്പം തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ 12ാം ഭാവാധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യാധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യക്കേടുകളും ചിലർക്ക് വന്നു ചേരാം, ചിലർക്ക് ഭാഗ്യവും വന്നു ചേരാം. അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങൾ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക. അപ്പോൾ ശുക്രൻ അനുകൂലമാണെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കുകയും പ്രശസ്തിയും ബഹുമതിയും ഒക്കെ അവർക്ക് ലഭിക്കുകയും സൽഗുണ സമ്പന്നനെ പോലെ പെരുമാറുകയും നർമ്മ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് തുലാക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ആര് നിൽക്കുന്നു? 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരായിട്ടുള്ള വസ്ത്ര വ്യാപാരികൾക്കും സ്വർണ്ണ വ്യാപാരികൾക്കും വളരെയേറെ നേട്ടം കൊടുക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അവർക്ക് ധനം വന്നു ചേരും. അവർ മറ്റുള്ളവരാൽ അറിയപ്പെടുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, കലാകാരന്മാരൊക്കെ, കവിതകൾ രചിക്കുന്നവരൊക്കെ, സാഹിത്യകാരന്മാരൊക്കെ, എഴുത്തുകാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അതുതന്നെ നല്ല ആരോഗ്യമുള്ള ദിവസമായിരിക്കും. അതുപോലെ തന്നെ ശരീരസുഖം, മനസ്സുഖം, ആഭരണലാഭം, എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒക്കെ അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇവിടെ 10ാം ഭാവത്തിൽ ശുഭഗ്രഹം, അതായത് ശുക്രൻ എന്ന് പറഞ്ഞ ശുഭഗ്രഹം തനിച്ചാണ് നിന്നിരുന്നെങ്കിൽ രാജയോഗതുല്യമായ അനുഭവങ്ങൾ കിട്ടിയേനും. പക്ഷെങ്കിൽ ബുധനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് രാജയോഗതുല്യമായ അനുഭവങ്ങളൊന്നും വന്നു ചേരുകയില്ല എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 9ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരെ ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെടുന്നവരാക്കി മാറ്റുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഭാഗ്യം ഇവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. നല്ല ആരോഗ്യം ഉള്ള ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. പല കാര്യങ്ങളും സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ
വന്നു ചേരുന്നൊരു ദിവസമാണ്. 9ാം ഭാവം, ത്രികോണഭാവം, ഭാഗ്യഭാവം, അവിടെയാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ 11ാം ഭാവത്തിൻ്റെ ലാഭഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ലാഭഭാവത്തിൻ്റെ അധിപൻ 11ാം ഭാവത്തിൻ്റെ ലാഭഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഈ ത്രികോണഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. മെച്ചപ്പെട്ട ഫലങ്ങൾ അവർക്ക് കൊടുക്കും. പ്രത്യേകിച്ച് അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. ജനങ്ങളാൽ അവർ അറിയപ്പെടുന്നവരായി തീരുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലോട്ടറിയൊക്കെ അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ശരീര ശുചിത്വവും ശരീര സൗന്ദര്യവർദ്ധനവും അങ്ങനെ സകല ഭാഗ്യങ്ങളും ഇവർ സ്വയം നേടുന്നൊരു ദിവസവും കൂടിയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ അനുഭവം എന്താണെന്ന് നോക്കാം. നാളത്തെ ദിവസം അവരുടെ അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ വലിയ ദോഷത്തെ കൊടുക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ കൃഷി കാര്യങ്ങൾ, പ്രത്യേകിച്ച് നാൽക്കാലികളെ കൊണ്ടുള്ള കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നാളത്തെ ദിവസം വളരെ നേട്ടം വന്നിരുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ചിട്ടി സമ്പാദ്യങ്ങളിൽ നിന്നൊക്കെയുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഗുണാനുഭവങ്ങൾ നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളിൽ കൂടി തന്നെ ആയിരിക്കും ഈ മകരക്കൂറുകാർ നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള കഷ്ടത ചിലപ്പോൾ ഒരുപക്ഷെ നാളത്തെ ദിവസം ഇവർക്ക് അനുഭവത്തിൽ വന്നേക്കാം. ഏതെങ്കിലും വിധത്തിൽ തൊഴിൽ സാധ്യതകൾ മങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യമോ, തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ കഴിയാത്ത ദിവസമോ, തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ച വന്നു ചേരുവാനോ ഒക്കെ സാധ്യതയാണ് നാളത്തെ ദിവസം കാണുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറുകാരുടെ കാര്യമാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൊരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖം അവരുടെ അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ധനനേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ധനനേട്ടമൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഈ നാളുകാർ നാളത്തെ ദിവസം പുനർവിവാഹത്തിന് സാധ്യതയുള്ള ദിവസമാണ്. പുനർവിവാഹം കഴിക്കുവാൻ സാധ്യതയുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആലോചനകളൊക്കെ ഒരുപക്ഷെ അത് പ്രാബല്യത്തിലാകുന്ന, അല്ലെങ്കിൽ ആലോചനകളൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പുനർവിവാഹം ചെയ്യുന്നവർക്ക് പുനർവിവാഹ യോഗം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. വലിയ അധ്വാനമില്ലാതെ പ്രവർത്തികൾ ചെയ്യാനാണ് നാളത്തെ ദിവസം ഈ നാളുകാർക്ക് താല്പര്യമുണ്ടാകുന്നത്. വലിയ കഷ്ടപ്പെട്ട ജോലിയൊന്നും ചെയ്യാതെ തന്നെ ധനം സമ്പാദിക്കുവാൻ നാളത്തെ ദിവസം ഈ നാളുകാർ ശ്രമിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവമാണ്. ഭാര്യാസുഖമുണ്ട്, കുടുംബസുഖമുണ്ട്, സന്താനഭാഗ്യമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. സ്ത്രീകൾ മുഖേന അല്ലെങ്കിൽ ഭാര്യ മുഖേന ഭർത്താവ് മുഖേന ധനം വന്നു ചേരാനും സ്വർണം വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുള്ളൊരു നല്ല ദിവസമാണ് നാളത്തെ ദിവസം. പക്ഷേങ്കിൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അതൊരു അഭിപ്രായ വ്യത്യാസത്തിനും പ്രശ്നത്തിനും കാരണമായി തീരുവാനും സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. കാരണം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമായിട്ടാണ് ചേർന്ന് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ വന്നു ചേരുന്നതെല്ലാം ഒരുപക്ഷെ കലഹത്തിലോ അഭിപ്രായ വ്യത്യാസത്തിലോ പിണക്കത്തിലോ ഒക്കെ ആയി പോകുവാനും സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അത് സൂക്ഷിക്കണം. സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നേടിയെടുക്കുവാൻ ശ്രമിക്കണം. പ്രശ്നത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പായിട്ട് സ്വീകരിക്കുകയും വേണമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽ ഗുണവും കുടുംബസുഖവും ഒക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശത്രുക്കൾ മൂലം ദോഷം വന്നിരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകൾ മുഖേന അവർക്ക് ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യനങ്ങളിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായൊരു ദിവസമല്ല. അവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൻ്റെ അധിപനും
അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്നത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപന്മാർ 6-ലോ 8-ലോ 12-നോ യാതൊരു കാരണവശാലും നിൽക്കരുത്. ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ 6-ൻ്റെയും 8-ൻ്റെയും 12-ൻ്റെയും അധിപനായ ഗ്രഹം യാതൊരു കാരണവശാലും 6-ലോ 8-ലോ 12-ലോ നിൽക്കരുത്. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചോളം, മീനക്കൂറുകാരെ സംബന്ധിച്ചോളം അവരുടെ 8-ാം ഭാവത്തിൻ്റെ അധിപൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതൊരു ദോഷകരമായ അനുഭവം തന്നെയാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും കാര്യതടസ്സവും ഒക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നല്ല അനുഭവങ്ങളൊന്നും അല്ല നാളത്തെ ദിവസം വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ധനനഷ്ടം, പ്രത്യേകിച്ച് ഇവരുടെ 12-ാം ഭാവത്തിൽ ശനിയും കൂടെ നിൽക്കുന്നു. ശനി 12-ാം ഭാവത്തിൽ മാരകനായിട്ട് നിൽക്കുന്നു. അതിൻ്റേതായ ദോഷങ്ങളും ഇവർക്കുണ്ട്. സ്ഥിരജോലിയും സ്ഥിരവരുമാനവും ഉള്ളവരെ മാറ്റി നിർത്തിയാണ് സംസാരിക്കുന്നത്. അവർക്ക് ജോലിയും വരുമാനവും ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ അങ്ങ് പോകും. നിത്യവും കിട്ടുന്നവരുടെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, പ്രശ്നങ്ങളിൽ അകപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ അനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു, അത് പറഞ്ഞില്ല. നാളത്തെ ദിവസം സ്ത്രീകൾ, പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവരുടേതായ തൻ്റെ ഇടം കാണിക്കുന്നൊരു ദിവസമായിരിക്കും. അവർ പല മേഖലകളിലേക്കും കടന്നു വരുവാനും അവർ അവിടെ കഴിവ് തെളിയിക്കുവാനും ശോഭിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. അങ്ങനെ നാളത്തെ ദിവസം സ്ത്രീകൾ പലരും രംഗത്ത് വരികയും അവർ പല കാര്യങ്ങളിൽ സജീവമായി ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമായിരിക്കും. അപ്രകാരം ഈ മാസം ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെ അവർ പല കാര്യങ്ങളും സജീവമായി നിൽക്കാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം. അപ്പോൾ അതിനൊരു തുടക്കമായിട്ട് നാളത്തെ ദിവസം മാറുമെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ള. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.